ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടലമാവ് കൊണ്ട് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി കൂടെ ഒഴിച്ച് അതിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ദോശപ്പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതുപോലെ മടക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള കടലമാവ് കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.